ഈ വ്യക്തി ആ ജോലി ചെയ്ത സ്ത്രീക്ക് കൊടുത്തതായിട്ട് ഇവർക്ക് മനസ്സിലായി. കട്ടിലയിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ആ മനുഷ്യനും ഈ വേലക്കാരും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വരെ ഈ മക്കൾ. നമസ്കാരം. വാർദ്ധക്യകാലത്ത് തന്നെ ശുശ്രൂഷിച്ച വീട്ടിൽ ജോലി ചെയ്ത സ്ത്രീക്ക് ഒരു വീട്ടിലെ വ്യക്തി കുറച്ച് പൈസ കൊടുത്തേക്കാൻ ഇരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ആ വീട്ടിൽ പ്രായമായ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചനെ നോക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ അപ്പച്ചൻ അങ്ങ് മരിച്ചു. ഈ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മക്കളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവരങ്ങ് തിരിച്ചു പോവാണ്, ജോലി സ്ഥലത്തൊക്കെ പോവാണ്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് ഈ വസ്തുവകകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ വീതം വെക്കണം, അല്ല വസ്തുവിനകത്തൊരു കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അവർ തന്നെ കുടുംബത്തിലെ ഒരു മുതിർന്നൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി സംസാരിക്കാനായിട്ട്. അപ്പോൾ മക്കൾ തമ്മിൽ അത്ര ചേർച്ചയൊന്നുമല്ല, എല്ലാവരും നല്ല കാശുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ വ്യക്തി വന്നപ്പെട്ട് പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ കൃത്യമായ വിൽപ്പത്രവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ബാങ്കിൽ ലോക്കലിലുണ്ട്. അപ്പോൾ ഇനിവേ നിങ്ങൾ അടുത്ത ദിവസം പോകുമ്പോൾ ബാങ്കിൽ പൈസയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട്, അതായത് അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു എമൗണ്ട് ഈ വ്യക്തി ആ ജോലി ചെയ്ത സ്ത്രീക്ക് കൊടുത്തതായിട്ട് ഇവർക്ക് മനസ്സിലായി. അയ്യോ, ബഹളമായി, ഭയങ്കര ബഹളം. അപ്പം എന്തിനു കൊടുത്തു, അങ്ങനെ അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, ഇത്ര എമൗണ്ട് എന്തിന്. ഇപ്പം ഇവരുടെ മക്കളുടെ പേര് നല്ലപോലെ സ്വത്തും എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്നിട്ട് പോലും ഇവർ ഭയങ്കര ബഹളം. അപ്പം അവസാനം ഈ കട്ടിലയിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ആ മനുഷ്യനും ഈ വേലക്കാരും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് വരെ ഈ മക്കളും മരുമക്കളും ചേർന്ന് പറഞ്ഞ് പിടിപ്പിച്ചു വീട്ടുകാർക്കിടയിൽ. കാരണം പൈസയാണല്ലോ വിഷയം.